CMRL-മായി നടത്തിയ വിവാദ സാമ്പത്തിക ഇടപാടുകളെ തുടർന്ന് എക്സാലോജിക് മാനേജിംഗ് ഡയറക്ടർ ടി വീണയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും സമൻസ് അയച്ചു. ബുധനാഴ്ച രാവിലെ 10:30 കൊച്ചിയിലെ ED ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് പുതിയ നിർദ്ദേശം. കേസിലെ അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് EDയുടെ നടപടി. നേരത്തെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് ലഭിച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ ഇമെയിൽ മുഖേന 2 ആഴ്ചത്തെ സാവകാശം തേടുകയായിരുന്നു. എന്നാൽ ഈ ആവശ്യം തള്ളിക്കൊണ്ടാണ് ED ഇപ്പോൾ വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നത്. CMRL എക്സാലോജിക് സൊല്യൂഷൻസ് തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ ചുറ്റിപ്പറ്റി ഉയർന്നുവന്ന വിവാദം കേരളത്തിലെ രാഷ്ട്രീയ വ്യവസായ മേഖലകളിൽ വൻ ചർച്ചകൾക്കും കടുത്ത തർക്കങ്ങൾക്കുമാണ് വഴി തുറന്നിരിക്കുന്നത്. CMRL എന്ന സ്വകാര്യ കമ്പനി തങ്ങളുടെ IT കൺസൾട്ടൻസി സേവനങ്ങൾക്കായി എക്സാലോജിക് സൊല്യൂഷൻസിന് 2.78 കോടി രൂപ നൽകിയെന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ഇത്രയും വലിയൊരു തുക കൈമാറിയിട്ടും അതിന് ആനുപാതികമായ യാതൊരു സേവനങ്ങളോ കൺസൾട്ടൻസി പ്രവർത്തനങ്ങളോ എക്സാലോജിക് കമ്പനി നൽകിയിട്ടില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. കേവലം പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന സേവനങ്ങളുടെ മറവിൽ നടന്ന ഈ പണമിടപാട് തീർത്തും ദുരൂഹമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. ഈ പ്രധാന ആരോപണത്തിന് പുറമെ CMRL-മായി അടുത്ത ബന്ധം പുലർത്തുന്ന എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എക്സാലോജിക്കിന് 50 ലക്ഷം രൂപ വായ്പ നൽകിയെന്ന വിവരവും അന്വേഷണത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ തുക കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നതിൽ എക്സാലോജിക് കമ്പനി പരാജയപ്പെട്ടു എന്നത് ഇടപാടിലെ അസ്വാഭാവികത വർദ്ധിപ്പിക്കുന്നു. ഈ പണമിടപാടുകളെല്ലാം വെറും ബിസിനസ് ഇടപാടുകൾ എന്നതിലുപരി നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ലഭിച്ച കുറ്റകൃത്യത്തിൽ നിന്നുള്ള വരുമാനം എന്ന നിലയിലാണ് ED ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ സുതാര്യതയില്ലാത്ത വലിയ തോതിലുള്ള സാമ്പത്തിക കൈമാറ്റങ്ങൾ നടന്നത് എന്തിനായിരുന്നുവെന്നും ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണെന്നും തെളിയിക്കാനുള്ള തീവ്രമായ അന്വേഷണത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ നിയമപരമായ പോരാട്ടങ്ങൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കേസിൽ തങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം പൂർണ്ണമായും തടയണമെന്നും നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് CMRL ഉൾപ്പെടെയുള്ള കക്ഷികൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ വളരെ ഗൗരവകരമായ നിരീക്ഷണങ്ങളോടെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി തള്ളിക്കളഞ്ഞത്. അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കോടതി വിസമ്മതിക്കുകയും ED കേസിൽ നിയമപരമായ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ പൂർണ്ണമായ അനുമതി നൽകുകയുമാണ് ചെയ്തത്. ഈ നിയമ നടപടികളുടെ ഭാഗമായി നേരത്തെ SFIO നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കണ്ടെടുത്ത 134 സുപ്രധാന രേഖകൾ അടിയന്തരമായി EDക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. SFIO ശേഖരിച്ച ഈ രേഖകൾ കേസിലെ ദുരൂഹതകൾ നീക്കുന്നതിനും പണമിടപാടുകളുടെ യഥാർത്ഥ സ്വഭാവം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനും അന്വേഷണ സംഘത്തിന് വലിയൊരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. കോടതിയുടെ ഈ ഇടപെടൽ അന്വേഷണത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനും സാക്ഷ്യങ്ങൾ ശേഖരിക്കുന്നതിനും EDക്ക് വലിയൊരു വഴിത്തിരിവായി മാറുകയും ചെയ്തിരുന്നു. വീണയെ ചോദ്യം ചെയ്യുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനകം തന്നെ അതിവിപുലമായൊരു ചോദ്യാവലി തയ്യാറാക്കി കഴിഞ്ഞു. എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL-ൽ നിന്ന് ലഭിച്ച 2.78 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുകയാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ ED പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ തുക ഏതൊക്കെ ആവശ്യങ്ങൾക്കായാണ് വിനിയോഗിച്ചത്, കരാർ പ്രകാരം നൽകിയ IT കൺസൾട്ടൻസി സേവനങ്ങൾ എന്തൊക്കെയാണ്, അവ നൽകിയതിന്റെ ആധികാരികമായ തെളിവുകൾ എവിടെയാണ് തുടങ്ങിയ സുപ്രധാന കാര്യങ്ങളിലാണ് ED കടുത്ത വ്യക്തത തേടുന്നത്. ഇതിനായി ബാങ്ക് രേഖകൾ, ഇടപാട് കരാറുകൾ, നേരത്തെ SFIO കണ്ടെത്തിയ നിർണായക തെളിവുകൾ എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയായിരിക്കും ചോദ്യം ചെയ്യൽ പൂർണ്ണമായും നടക്കുക. വീണയെ കൂടാതെ CMRL MD ശരൺ S കർത്ത ഉൾപ്പെടെയുള്ള കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഇവർ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒരേ സമയം ചോദ്യം ചെയ്യുന്നതിലൂടെ ഇടപാടിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്തുന്നതിനും സംഭവത്തിന് പിന്നിലുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനും അന്വേഷണ സംഘത്തിന് സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള കടുത്ത വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഭരണപക്ഷം വാദിക്കുമ്പോൾ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവരികയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം PMLA വകുപ്പ് 50 പ്രകാരം ലഭിച്ച സമൻസായതിനാൽ നേരിട്ട് ഹാജരാകുകയല്ലാതെ വീണയ്ക്ക് മറ്റു മാർഗങ്ങളില്ല.